നമസ്കാരം. ഇറാന്റെ തീ ബോംബുകൾ നഗരത്തെ വിഴുങ്ങി. നെതന്യാഹുവിനെ വധിക്കുവാൻ ഇറാനികൾ തയ്യാറെടുപ്പുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇറാന്റെ മിസൈൽ ശേഖരം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എത്രയൊക്കെ പ്രഹരം നൽകിയിട്ടും, കനത്ത പ്രഹരം നൽകിയിട്ടും തീരാതെ ഇരിക്കുന്ന ഇറാന്റെ മിസൈലുകൾ, അയൽ രാജ്യങ്ങളെ ലക്ഷ്യമാക്കി കൂടുതൽ കൂടുതൽ മിസൈലുകൾ അയച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച, ആക്രമണം കടുപ്പിച്ച് ഇസ്രായേലും ഒപ്പം തന്നെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ട്രംപും നെതന്യാഹുവും മുന്നോട്ട് പോകുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. അടിയും തിരിച്ചടിയുമായിട്ട് 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സമാധാന ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് അകലെയാണ് എന്നതാണ്. പശ്ചിമേഷ്യയിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിസന്ധിയിലായത് ഗൾഫിലെ മലയാളികൾ കൂടിയാണ്. പ്രഹരമേറ്റിട്ടും തളരാതെ ഇറാന്റെ മിസൈൽ ശേഖരം തിരിച്ചടി ഘടിപ്പിച്ചുകൊണ്ടുള്ള യുഎസിന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ പതറാതെയുള്ള ഇറാന്റെ തേരോട്ടം, പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആക്രമണ പ്രത്യാക്രമണങ്ങൾ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മേഖല യുദ്ധഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട സംയുക്ത സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ ഹൃദയഭാഗങ്ങൾ ഇസ്രായേൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയാണ്. എന്നാൽ അയൽ രാജ്യങ്ങളിലെ യുഎസ് സൈനിക നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് ഇറാൻ തിരിച്ചടിക്കുകയാണ്. യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ട്രംപും നെതന്യാഹുവും രംഗത്ത് വന്നതോടെ ഗൾഫിൽ ആകെ ഒരു സ്തംഭനാവസ്ഥയാണ്. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ആക്രമിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇറാന്റെ ഇടക്കാല നേതൃയോഗം ചേർന്ന കെട്ടിടമാണ് ഇപ്പോൾ ആക്രമിച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വീണ്ടും പുതുതായിട്ട് വരുന്നത്. അപ്പോൾ ഈ കെർമാനിലുണ്ടായിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഇറാന്റെ 11 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ടെഹ്റാനിലും കരാച്ചിയിലും ഈസ്ഫഹാനിലും വേണ്ടിയിട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാന്റെ ദേശീയ ടെലിവിഷനായിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ടെഹ്റാനിലെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, സംപ്രേഷണം തടസ്സപ്പെട്ടിട്ടില്ല എങ്കിലും ആർക്കും പരിക്കുകളില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട്. എങ്കിലും ആക്രമണം നടന്നു എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് ആക്രമണത്തിൽ കേടുപറ്റിയെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, മെഹ്റാബാദ് വിമാനത്താവളവും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇറാനിലെ ബുഷ്ഹറിലെ ആണവ നിലയത്തിന്റെ പ്രവർത്തനം റഷ്യ നിർത്തിവെച്ചിരിക്കുന്നു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് റിയാദിലെ യുഎസ് സ്ഥാനപതി കാര്യാലയം അടച്ചിട്ടിരിക്കുന്നു. കുവൈറ്റ്, ബഹ്റൈൻ, ഇറാഖ്, ഖത്തർ, ജോർദാൻ, UAE തുടങ്ങി 12ഓളം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സ്ഥാനപതി കാര്യാലയങ്ങളിലുള്ള അത്യാവശ്യമല്ലാത്ത ജീവനക്കാരോട് രാജ്യം വിടാൻ യുഎസ് നിർദ്ദേശിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ നയതന്ത്ര ജീവനക്കാരെ നേരിട്ട് ഒഴിപ്പിക്കുവാനോ അവരോട് സ്വന്തം നിലയ്ക്ക് രാജ്യം വിടാൻ നിർദ്ദേശിക്കുവാനോ ആകാത്ത സ്ഥിതിയാണെന്ന് യുഎസിന്റെ സ്ഥാനപതി കാര്യാലയം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിലും ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിലും ഇറാൻ ആക്രമണം ഉണ്ടായിരിക്കുന്നു. UAE-യിൽ ആമസോണിന്റെ 2 ഡേറ്റാ സെന്ററുകൾ ആക്രമിക്കപ്പെട്ടു. ബഹ്റൈനിലെ ആമസോൺ കേന്ദ്രത്തിന് നേരെയും ഡ്രോണുകൾ പറന്നെത്തി. ഇവയെല്ലാം നിർവീര്യമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ വടക്കൻ ഇറാഖിലെ കുർദിഷ് പോരാളികളുടെ ക്യാമ്പിലും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നത്. ഇറാന്റെ പ്രധാന സൈനിക വിഭാഗമായിട്ടുള്ള IRGC-യുടെ ബുഷഖ്ര കേന്ദ്രം ആക്രമിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ 5 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനകം തന്നെ 1039 ആക്രമണങ്ങൾ നടന്നതായിട്ടും 504 കേന്ദ്രങ്ങളിൽ ബോംബ് പതിച്ചതായിട്ടും ഇറാന്റെ റെഡ് ക്രസന്റ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണം ഉടൻ അവസാനിപ്പിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരിക്കുന്നു. യുദ്ധം തുടങ്ങിയത് US-ഉം ഇസ്രായേലുമാണ് എന്നും അതിനാൽ അവർ തന്നെ ആക്രമണം അവസാനിപ്പിക്കട്ടെ എന്നുമാണ് ഇറാനും അറിയിച്ചതോടുകൂടി വരുന്ന ആളുകളിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും വളരെ ശക്തമാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ആക്രമണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തിരിച്ചടി തുടങ്ങിയ ഇറാൻ ചൊവ്വാഴ്ച പ്രത്യാക്രമണം കടുപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ സൗദി അറേബ്യയിലെ റസ തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ഇറാൻ ചൊവ്വാഴ്ച റിയാദിലെ US എംബസി ലക്ഷ്യമിട്ടും ഡ്രോണുകൾ പായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. സംഭവത്തിൽ എംബസിയിൽ ചെറിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടുള്ള അറിവുകൾ മാത്രമാണുള്ളത്. കുവൈറ്റിലും US എംബസിക്ക് നേരെ വലിയ ആക്രമണ ശ്രമം ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. ബഹ്റൈനിലെ US സൈനിക നിലയത്തിന് നേരെ മിസൈൽ പായിച്ച ഇറാൻ അവിടെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. 9 ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ ചൊവ്വാഴ്ച പ്രത്യാക്രമണം നടത്തുകയുണ്ടായി. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ വർഷം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 ദിവസത്തിനിടെ ഇസ്രായേൽ 11 പേരാണ് ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാന്റെ പ്രത്യാക്രമണം രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ കുവൈറ്റിലെയും റിയാദിലെയും എംബസികൾ അടയ്ക്കുവാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. 14 ഗൾഫ് രാജ്യങ്ങളിലെയും പൗരന്മാരോട് മടങ്ങാൻ തന്നെയാണ് ഇപ്പോൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബൈറൂത്തിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ ചൊവ്വാഴ്ച അവിടെ കരയുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഇതോടെ ദക്ഷിണ ബൈറൂത്തിൽ നിന്ന് കൂട്ടപ്പലായനം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകം ഏകദേശം 30,000-ലധികം പേർ ഈ നഗരം വിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത്. മേഖലയിലെ 52 നഗരങ്ങൾ ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചിരിക്കുന്നു. ഈ ഇറാന്റെ പല മേഖലകളിലും പല നഗരപരിധികളിലും ബോംബ് സ്ഫോടനം നടത്തി നഗരത്തെ കിടുകിടെ വിറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും. മാത്രമല്ല 30 ഗ്രാമങ്ങൾ കൂടി ഒഴിവാണ് നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നു. കരയാക്രമണത്തിന് സമാന്തരമായിട്ട് വ്യോമാക്രമണം തുടരുകയാണ്. ഇതിനകം തന്നെ 60ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. ഇവിടെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ ബ്രിട്ടന്റെ പങ്കാളിത്തം സംബന്ധിച്ച് സഖ്യരാഷ്ട്രങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വന്ന
ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് സേനയും ഇറാൻ ദൗത്യത്തിൽ പങ്കുചേരുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ സൈപ്രസിലെ ബ്രിട്ടന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിക്കുകയും ചെയ്തതോടെ ബ്രിട്ടീഷ് സൈനിക ആക്രമണം ആസന്നമെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ സഖ്യസേനയ്ക്കൊപ്പം ഇല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയത് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളിൽ വലിയ അതൃപ്തി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയതുപോലെ ബ്രിട്ടന്റെ സഹായം ലഭിക്കുന്നില്ലെന്ന് ട്രംപ് പറയുകയും ചെയ്തു. തങ്ങളുടെ സൈനിക നിലയം ഇറാൻ ആക്രമണത്തിന് വിട്ടു നൽകില്ല എന്ന് സ്പെയിനും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. മാത്രമല്ല ഇറാന് നേരെയുള്ള ആക്രമണത്തെ ബെൽജിയവും അപലപിച്ചതോടെ നിലവിലെ ഇറാൻ ദൗത്യത്തിൽ US-ന് യൂറോപ്പിന്റെ പിന്തുണ വേണ്ടത്ര ലഭിച്ചില്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തെ റഷ്യ അടക്കം അപലപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ യുദ്ധം കൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല, പക്ഷെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. എണ്ണവില $200 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മേഖലയിൽ ഒരു തുള്ളി എണ്ണ പോലും പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറൽ സർദാർ ജബ്ബാരിയുടെ മുന്നറിയിപ്പ് ആഗോള വിപണിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തടയുകയും എണ്ണ പൈപ്പ് ലൈനുകൾ തകർക്കുകയും ചെയ്താൽ വില $200 കടക്കുമെന്നുള്ള ഭീഷണിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ചരക്ക് നീക്കം തടസ്സപ്പെടാതിരിക്കുവാൻ ചൈന ഇടപെടൽ നടത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കത്തിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നു. ബന്ധപ്പെട്ട കക്ഷികൾ ഉടൻ വെടിനിർത്തണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കൂടാതെ യുദ്ധം എന്ന് പറയപ്പെടുന്നത് അത്രത്തോളം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടരുന്നത് ലക്ഷക്കണക്കിന് മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ശരി എന്ന് പറയപ്പെടുന്നത്. കാരണം റിയാദിലും കുവൈത്തിലും ദോഹയിലും മനാമയിലും ഒക്കെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതും എംബസികൾ നിയന്ത്രണം ഏർപ്പെടുത്തിയതുമൊക്കെ സ്ഥിതി സങ്കീർണമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ അടക്കമുള്ളവർക്ക് ഈ യുദ്ധം നേരിട്ട് ബാധിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഇവിടെ ആണ് ഇറാന്റെ തീ ബോംബുകൾ ഇങ്ങനെ പല നഗരങ്ങളെയും ഇസ്രായേലിന്റെ പല നഗരങ്ങളെയും വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. നെതന്യാഹുവിനെ വധിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും തന്നെ ഇറാനികൾ ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യത്തിൽ യുദ്ധം ഉടൻ അവസാനിക്കില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിന്റെ നേതാവിനെ വധിച്ചതിന് ശേഷം മാത്രമേ ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവരുടെ ഇറാന്റെ പരമോന്നത നേതാക്കൾ ആയത്തുൽ അലി ഖമേനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതിന്റെ പ്രതിഷേധവും പ്രതികാരവും ഉണ്ട്. അത് തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നുണ പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ട സാഹചര്യത്തിൽ, അങ്ങനെ അവരുടെ പരമോന്നത നേതാവിനെ വധിച്ച സാഹചര്യത്തിൽ ഇറാൻ ഇനി ചെയ്യാൻ പോകുന്നത് ആ നഗരത്തെ, ഇസ്രായേലിന്റെ നഗരത്തെയും അമേരിക്കയുടെ പല നഗരങ്ങളെയും തീ ബോംബുകൾ കൊണ്ട് നഗരത്തെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്. മാത്രമല്ല നെതന്യാഹുവിനെ അടക്കം വധിക്കാതെ ഇറാനികൾ പിന്മാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും.